بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, സൂറത്തു ഖുറൈശ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്ത് എവിടെ അവതരിച്ചതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിനിടയിൽ അവതരിച്ചിട്ടുള്ളതാണ്. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. لإيلاف قريش, ഖുറൈശികൾക്ക് നാം ഇണക്കം സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ആയത്തിനെ മുമ്പുള്ള സൂറത്തുമായി ചേർത്ത് വിശദീകരിച്ച മുൻഗാമികളുണ്ട്, മുഫസ്സിറുകളുണ്ട്. ചില മുൻഗാമികൾ പറയുന്നു, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്നു, സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള തബഉ താബിഈകൾ പറഞ്ഞതായി, ഞങ്ങൾക്കൊരു ഇമാം ഉണ്ടായിരുന്നു, അദ്ദേഹം സൂറത്തുൽ ഫീൽ ഓതിയാൽ ഖുറൈശും കൂടി ഓതുമായിരുന്നു നിസ്കാരത്തിൽ. അങ്ങനെ മുൻഗാമികൾ ചിലർ അഭിപ്രായപ്പെട്ടതായി ഇമാം ഖുർത്തുബി പറഞ്ഞിരിക്കുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂലിൻ ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അസ്ഹാബുൽ ഫീൽ ആനക്കാരെ നാം നശിപ്പിച്ചു. ഇനി മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് നാം സൗകര്യം നൽകിയതിനാൽ ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ സൗകര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഫലിയഅ്ബുദു, അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ, ഒരുവനെ മാത്രം അവർ ആരാധിച്ചു കൊള്ളട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ, ഈ ബൈത്തിന്റെ അഥവാ കാബയുടെ റബ്ബായ അള്ളാഹുവിനെ, എല്ലാത്തിൻ്റെയും റബ്ബായ അള്ളാഹുവിനെ. കാബയുടെ റബ്ബ് എന്ന് പറയാൻ കാരണം അത് കാബക്കൊരു അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ്. ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അല്ലെങ്കിൽ സൗകര്യപ്പെടുത്താൻ വേണ്ടി, നേരത്തെ സൂറത്തുമായി കൂടിച്ചേരുമ്പോൾ. ഈലാഫിഹിം, അവരുടെ സൗകര്യം, അവർക്കുള്ള ഇണക്കം, റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശിതായിലും സൈഫിലും അവരുടെ യാത്രക്ക്. റിഹ്ല യാത്ര, ശിത തണുപ്പുകാലം, ശൈത്യകാലം, സൈഫ് ഏതാണ് കാലം? ഉഷ്ണകാലം. അവർ യാത്ര പോയിരുന്നു. ഷിതായിൽ എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. തണുപ്പ് കാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. കാരണം യമൻ പൊതുവെ ഉഷ്ണ കാലാവസ്ഥയുള്ള നാടാണ് യമൻ. എന്നാൽ അവർ ചൂട് കാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? ലിഷാം. ഉഷ്ണകാലത്ത് സൈഫിൽ അവരെവിടത്തേക്കാണ് പോയത്? ഷാമിലേക്ക്. കാരണം ഷാം എന്താണ്? തണുപ്പുള്ള നാടാണ് ഷാം, അറിയാലോ. പിന്നെ ലിബിയയിലൊക്കെ നല്ല തണുപ്പുള്ള നാടാണ്. ലിബിയ അല്ല, ക്ഷമിക്കണം, സിറിയ, അതുപോലെ വേറെ ഏതാണ് അതിൻ്റെ അടുത്തുള്ള നാട്? ഏതാണ്? ഫലസ്തീൻ, ജോർദാൻ, അതുപോലെ ഫലസ്തീൻ, ജോർദാൻ, യഹൂദികൾ പിടിച്ച സ്ഥലം, അതുപോലെ പിന്നെ ഏതാണ് സ്ഥലം? പിന്നെ ഏതാ സ്ഥലം? ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ജൂതന്മാരവിടെ പിടിച്ചിട്ടുള്ള സ്ഥലം, പിന്നെ ലെബനോൻ. അതാണ് എൻ്റെ വായിൽ കിട്ടാത്ത പേരാണ്. നല്ല തണുപ്പുള്ള ആ കാലാവസ്ഥ കൊണ്ട് അറിയപ്പെട്ട നാടാണ് ലുബ്നാൻ എന്നറിയപ്പെടുന്ന നാട്. ഒക്കെ സമീപ പ്രദേശങ്ങളാണ്. അതിൻ്റെ തലസ്ഥാനമാണ് ലുബ്നാൻ, ബെയ്റൂത്ത് ഉണ്ടല്ലോ, ബെയ്റൂത്ത്. ഷാമിൽ ആണ് അവർ ഉഷ്ണകാലത്ത് പോയിരുന്നത്. കാരണം ഷാം തണുത്ത പ്രദേശമാണ്. റിഹ്ലത ശിതാഇ വസ്സൈഫ്, കച്ചവടത്തിന് അവർ പോയിരുന്നു. ഹറമിന്റെ ആളുകളായതുകൊണ്ട്
ഹറമിലും അവർക്ക് നിർഭയത്വമാണ്, പുറത്തും അവർക്ക് നിർഭയത്വമാണ്. അവരാക്രമിക്കൂല. എവിടെ പോയാലും ഹറമിന്റെ ആളുകൾ എന്ന നിലക്ക് അവർക്ക് സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ റബ്ബിന്റെ നാഥനെ അവരാരാധിക്കട്ടെ, ഈ ബൈത്തിന്റെ റബ്ബിനെ അവരാരാധിച്ചു കൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, ഏതൊരുവനാണോ അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയിട്ടുള്ളത്, വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നവർക്ക് നിർഭയത്വം അമ്ന് നൽകിയിട്ടുള്ളത്. ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇബ്നു കസീറിന്റെ തഫ്സീർ. ആ ഹദീസ് പറയുമ്പോൾ ഞാൻ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 7 അനുഗ്രഹങ്ങൾ, 7 പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പെട്ട ആളാണ്. 2, അത് ഒരു അബദ്ധമാണ്. കാരണം നുബുവത്ത് അവരിലാണ്, ഞാൻ അവരിലാണ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് റിവായത്തുകളിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന പ്രസിദ്ധമായ കിതാബിൽ 1944 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ വേറൊരു റിവായത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതാണ് ശരിയായ റിവായത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം. നുബുവത്ത് അവരിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണല്ലോ. പിന്നെ ഖിലാഫത്ത് അവരിലാണ്. ഖിലാഫത്തിന്റെ അവകാശികൾ ആരാണ്? ഖുറൈശികളാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറയാം. 3, ഹിജാബത്ത് അവർക്കാണ്, കാബയുടെ സംരക്ഷണം. സിഖായ, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, സിഖായ അവരിലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അസ്ഹാബുൽ ഫീലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഹറം തകർക്കാൻ വന്ന, കാബ തകർക്കാൻ വന്ന ആളുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അവർ അള്ളാഹുവിനെ 10 വർഷം ആരാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു അബദ്ധം പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സമയത്ത് അള്ളാഹുവിനെ അവരല്ലാതെ ആരാധിച്ചിട്ടില്ല. ആ സമയത്ത് അള്ളാഹുവിനെ ഖുറൈശികൾ മാത്രമാണ് ആ 10 കൊല്ലം ദുനിയാവിൽ ആരാധിച്ചത്. ആര് മാത്രമാണ്? ഖുറൈശികൾ മാത്രമാണ്. ഒരു 10 വർഷം. ഏതാണ് ആ 10 വർഷം? അല്ലാഹു ആലം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അല്ലാഹു ആലം. ഒരു 10 വർഷക്കാലം അള്ളാഹുവിനെ ആരാധിച്ചിട്ടുള്ളത് ഖുറൈശികൾ മാത്രമാണ്. മനസ്സിലല്ലോ, മനുഷ്യരിൽ അള്ളാഹുവിനെ ആരാധിച്ചത് ഖുറൈശികൾ മാത്രമാണ് ഒരു 10 വർഷം. അതാണ് ഒരു പ്രത്യേകത. അടുത്തത് എന്താണ്? അള്ളാഹു അവരുടെ വിഷയത്തിൽ, അവരുടെ കാര്യത്തിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ലിഈലാഫി ഖുറൈശ്. അതിൽ ഖുറൈശികളില്ലാതെ ദുനിയാവിൽ ആരും അതിൽ പെടില്ലല്ലോ ഈ വിഷയത്തിൽ. അതാണ് ഖുറൈശ് എന്ന സൂറത്ത് അവരുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കി. ഇങ്ങനെ 7 പ്രത്യേകതകൾ. മനസ്സിലായല്ലോ. നുബുവത്ത് അവരിലാണ്, ഖിലാഫത്ത് അവർക്കാണ്, ഹിജാബത്ത് അവർക്കാണ്, സിഖായത്ത് അവർക്കാണ്. ആനക്കാരെ അള്ളാഹു നശിപ്പിച്ചു. 10 വർഷം അള്ളാഹുവിനെ അവർ മാത്രം ആരാധിച്ചു. പിന്നെ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഈ സൂറത്ത് ഇറക്കിയിരിക്കുന്നു. സഹീഹായ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ 1944 നമ്പറായി ഇത് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓദ്യം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف
وآمنهم من خوف. ഈ സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പറയട്ടെ. ഖുറൈശ് എന്നാണ് സൂറത്തിന്റെ പേര്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നബിയുടെ ഗോത്രത്തിന്റെ പേരാണ് ഖുറൈശ്. ഈ പേരെങ്ങനെ വന്നു? തഖറശ എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തഖറശ അതിന്റെ അർത്ഥം ഒന്നുകിൽ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കുക. മനസ്സിലായല്ലോ? രണ്ടും ഏകദേശം അടുത്തുള്ള അർത്ഥമാണ്. അതിന് കാരണമായി പറയുന്നത് അവരെ ഒരുമിച്ച് കൂടുക എന്നതിൽ നിന്ന് ഖുറൈശി എന്ന പദം വരാൻ എന്താണ് കാരണം? അതിനുള്ള ഒരു ചരിത്രം പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഖുസൈ ഇബ്നു കിലാബ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു, ഇവരുടെ പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരാൾ. ഖുസൈ ഇബ്ൻ കിലാബ്. അയാൾ ഇവരെ ഹറമിന് പുറത്ത് ചിതറിക്കിടന്നിരുന്ന ഈ ആളുകളെ ഹറം പ്രദേശത്ത് ഇവരെ യോജിപ്പിച്ചത് ഈ ആളാണ്, ഖുസൈ ഇബ്ൻ കിലാബ് എന്ന ആളാണ്. അങ്ങനെ അവിടെ ചിതറിക്കിടന്നതിന് ശേഷം യോജിച്ചു എന്ന അർത്ഥത്തിൽ തഖറശ എന്നതിൽ നിന്ന് ഇവർക്ക് ഖുറൈശ് എന്ന് പേര് വന്നു എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തത്, ഇവർ കച്ചവടക്കാരാണല്ലോ. അപ്പൊ കച്ചവടത്തിലൂടെ പൈസ സമ്പാദിക്കുന്ന ആളുകൾ. തഖറശ ശേഖരിക്കുക, സമ്പാദിക്കുക, കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. ഇവരെ കച്ചവടം പ്രസിദ്ധി ആർജിച്ച കച്ചവടമാണ്. നല്ല കഴിവുള്ള കച്ചവടക്കാരാണ്, അവർക്ക് നിർഭയത്വമുണ്ട് ഹറമിന്റെ ആളുകളായതുകൊണ്ട്. ഇങ്ങനെയാണ് ഈ പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് രണ്ടെണ്ണമാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇനി ആരാണ് ഈ ഖുറൈശികൾ? ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ ഉത്ഭവം എങ്ങനെയാണ്? അതിൽ ശരിയായ അഭിപ്രായമായി ഇമാം ഖുർത്തുബി ഒക്കെ പറയുന്നത് നളർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അന്നളർ. ആ ആളുടെ സന്താന പരമ്പര, അയാളുടെ മക്കളാണ് ആര്? ഖുറൈശികൾ. ഇമാം ഖുർത്തുബി പറയുന്നു, ഫകുല്ലു മൻ കാന മിൻ വലദിൻ നളർ ഫഹുവ ഖുറശിയ്യുൻ. ഖുറശിയ്യുൻ എന്നും പറയും, ഖുറൈശിയ്യുൻ എന്നും പറയും കേട്ടോ. ഖുറശി എന്ന് പറഞ്ഞാലും എന്താണ്? ഖുറൈശി. ഖുറൈശി നമ്മൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ കേട്ടിട്ടുള്ള എന്താണ്? ഖുറൈശി എന്നാണ് നമ്മൾ പണ്ടേ മദർസിനൊക്കെ പാടി പഠിച്ച്. ഖുറശിയ്യുൻ എന്നും പറയാം. ഖുറൈശി അല്ലെങ്കിൽ ഖുറശി. ഫകുല്ലു മൻ കാന മിൻ വലദിൻ നളർ ഫഹുവ ഖുറശിയ്യുൻ. നളറിന്റെ മക്കളെല്ലാവരും ആരാണ്? ഖുറൈശികളാണ്. ദൂന ബനി കിനാന വമൻ ഫൗഖഹു. കിനാന എന്നു പേരുള്ള അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളുടെ പേരായിരിക്കണം കിനാന. അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ശേഷം പേരമക്കൾ ഒരാളായിരിക്കണം നളർ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നളറിന്റെ മക്കളാണ് ഖുറൈശികൾ. അതിന്റെ മുകളിലുള്ള കിനാനയും വേറെ മക്കളൊന്നും ഇതിൽ പെടുകയില്ല. ഇനി വഖദ് ഖീൽ, ഖുർത്തുബി പറയാണ്, ഇങ്ങനെ ഒരു അഭിപ്രായവും പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഖുറൈശൻ ബനു ഫിഹർ ബിൻ മാലിക് ബിൻ അന്നദർ. നേരത്തെ പറഞ്ഞ നളർ ഉണ്ടല്ലോ, നളറിന്റെ മകനായ മാലിക്, മാലിക്കിന്റെ മകനായ ഫിഹർ, ഫിഹറിന്റെ മക്കളാണ് ഖുറൈശികൾ. അപ്പോ പിന്നെ നളറിന്റെ നേരെ മക്കൾ പലരും ഒഴിവാകും അല്ലേ? ഒഴിവാകല്ലോ. മാലിക്കിന്റെ വേറെ മക്കളും ഒഴിവാകും അല്ലേ? ഫിഹർ, മാലിക്കിന്റെ മകനായ ഫിഹർ, അയാളുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്നും പറയുന്നു. വൽ അവ്വലു അസഹ് വ അസ്ബത്ത്. ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരിയായതും സ്ഥിരപ്പെട്ടതും. അതിനൊരു ഹദീസിന്റെ പിൻബലം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലും വന്നിട്ടുള്ളതാണ്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അത് ഞാൻ വായിക്കാം. അപ്പോ കിനാന പരമ്പരയിൽപ്പെട്ട നളർ എന്നയാളുടെ മക്കളാണ് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും എന്നിട്ട് ഇമാം ഖുർത്തുബി എടുത്തു കൊടുത്തിരിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വാസില ബിൻ അൽ അസ്ഖ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്.
റസൂലുള്ള പറയുകയാണ് ഇന്നല്ലാഹ അസ്തഫാ കിനാന മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ മിൻ ബനി കിനാന ഖുറൈശ വസ്തഫാ മിൻ ഖുറൈശ് ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു തെരഞ്ഞെടുത്തു കിനാനയെ തെരഞ്ഞെടുത്തു മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ട മക്കളിൽപ്പെട്ട മക്കളുടെ പേരമക്കളൊക്കെ. വസ്തഫ മിൻ ബനി കിനാന ഖുറൈശ, കിനാനയുടെ മക്കളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശികളെ തെരഞ്ഞെടുത്തു. മനസ്സിലായി? അപ്പൊ വേറെയും മക്കളുണ്ടെന്ന് കിട്ടിയല്ലോ. നേരെയല്ല, ഈ നവറിന്റെ വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖുറൈശികളിൽ തന്നെയുള്ള ഒരു കുടുംബം, ഒരു ഉപഗോത്രം എന്നൊക്കെ പറയാം, ഖബീല, ഹാഷിം. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസ് ഇതിന് തെളിവാണ്. ഖുറൈശികളെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസാണിത്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന ഗോത്രമാണ്. മനസ്സിലല്ലോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പപ്പാപ്പമാരൊക്കെ മുസ്ലിങ്ങളായിരുന്നെന്ന് കിട്ടുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതാവ് പോലും മുസ്ലിമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആൾ വന്ന് ചോദിക്കാണ് അയിന അബി, എൻ്റെ ഉപ്പ എവിടെയാണ്? റസൂലുള്ള പറഞ്ഞു ഇന്ന അബാക ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്. ഫലമ്മ ഖഫ, അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന അബി വ അബാക ഫിന്നാർ, എൻ്റെ പിതാവും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ആ കാര്യം കൂടി അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി കരഞ്ഞ സംഭവം ഹദീസുകൾ കാണാം, സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു മാത്രമല്ല അബ്ക മൻ ഹൗലഹു, മറ്റുള്ളവരെ കൂടി നബി കരയിച്ചു. ഇവിടെ കരച്ചു കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. ഇസ്തഅ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅ്ദൻ ലി, ഞാൻ റബ്ബിനോട് അനുമതി ചോദിച്ചു എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ, അള്ളാഹു എനിക്ക് അനുമതി തന്നില്ല. വസ്തഅ്ദൻതുഹു അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി, ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ, അള്ളാഹു എനിക്ക് അനുമതി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം നബവി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഷറഹ് മുസ്ലിമിൽ പറഞ്ഞു, ഈ ഹദീസിൽ തെളിവുണ്ട് മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ അവരെ സന്ദർശിക്കാമെന്നതിന്. കാരണം മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ സന്ദർശിക്കാൻ അള്ളാഹു അനുമതി കൊടുത്തു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിക്കാം എന്നതിന് തെളിവുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നബവി പറഞ്ഞു റഹിമഹുല്ലാഹ്, ഇതൊരിക്കലും ഈ ഉപ്പാന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇതൊരിക്കലും ഉപ്പ മുശ്രിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ മുശ്രിക്കായിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇത് ദഅവത്ത് എത്തിക്കാതെയുള്ള അള്ളാഹുവിന്റെ ശിക്ഷയല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, മറിച്ച് ഇബ്രാഹിം നബിയുടെ ദഅവത്ത് ആ സമൂഹത്തിലെത്തിയിരുന്നു. അപ്പൊ ഫത്രത്തിൽ ജീവിക്കുക എന്നൊരവസ്ഥ ഉണ്ടല്ലോ, ഫത്ര എന്ന് പറഞ്ഞ നബിമാരില്ലാത്ത ഒരു കാലഘട്ടം, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അവരെ മുശ്രിക്കാന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് പരലോകത്ത് അവർക്ക് പരീക്ഷണം ഏർപ്പെടുത്തും. ആ പരീക്ഷണത്തിൽ ജയിച്ച ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കും. ആ ഫത്രത്തിലല്ല റസൂലുള്ളാഹിന്റെ പിതാവ് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാലോ? അതുപോലെ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അത് വ്യക്തമായി പറഞ്ഞു. മുല്ല അലിയുൽ ഖാരി അദ്ദേഹം ഒരു പുസ്തകം തന്നെ ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, അദില്ലത്തു മുഅ്തഖദി അബി ഹനീഫത്തിൽ അലം അൽ അഅളം. ഇമാം അബു ഹനീഫയുടെ തെളിവുകൾ, എന്തിനുള്ള തെളിവുകളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുശ്രിക്കുകളായിരുന്നു എന്നതിനുള്ള ഇമാം അബു ഹനീഫ തെളിവുപിടിച്ച തെളിവുകൾ. ചില ആളുകൾ ഇതല്ലാത്ത ചില വാദങ്ങൾ കൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് ഉമ്മാനുപ്പാനെ അള്ളാഹ് രണ്ടാമത് ജീവിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് മുസ്ലിമാക്കി ഖബറിലേക്ക് തിരിച്ചയച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ, അങ്ങനെയുള്ള ചിലത് കൊണ്ടുവന്നപ്പോൾ മുല്ല അലിൽ ഖാരി മറുപടി പറയാൻ, 4 ഇമാമിങ്ങളും മുസ്ലിം ഉമ്മത്തിലെ ഇമാമികളെല്ലാം യോജിച്ച വിഷയമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും
മുശ്രിക്കുകളായിരുന്നു എന്നതിൽ മുല്ല അലി ഖാരി വ്യക്തമായി പറഞ്ഞു. ഇമാം സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി റഹിമഹുല്ലാ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പല ആളുകളും മുതഅഖിറുകളായ പിൽഗാമികളായ പിൽക്കാലത്ത് വന്ന പലരും ഇതിനു വേണ്ടി പല ബഹ്സുകൾ നടത്തി ഗവേഷണങ്ങൾ നടത്തി കള്ളക്കഥകളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. എന്തിനാണ് സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ അന്വേഷിച്ചു പോകാത്ത, ചെകഞ്ഞു പോകാത്ത ഒരു വിഷയത്തിൽ ഇവരെന്തിനാണ് ചെകയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് എന്തെങ്കിലും കോട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ കാഫിറാണെന്ന് ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞാൽ, വഇദ് ഖാല ഇബ്രാഹിം ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അല്ലേ, നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ അർകം മഅന, മോനെ ഞങ്ങളുടെ കൂടെ കയറി, വലാ തകും മഅൽ കാഫിരിൻ, നീ കാഫിറുകളുടെ കൂടെ പെട്ടുപോകല്ലേ എന്ന് പറഞ്ഞു അവൻ കാഫിറായി തന്നെ മരിച്ചുപോയി. ഭാര്യയും നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെ ഭാര്യയും, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സൂറത്ത് തഹ്രീമിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, വിശദീകരിക്കുന്നില്ല. അപ്പോൾ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം വ്യക്തമായി മനസ്സിലാക്കണം. ഈ പഴച്ച കക്ഷികളുടെ പണിയാണ് ഇങ്ങനെ വേണ്ടാത്ത കഥകൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഉമ്മാനെയും ഉപ്പാനെയും മുശ്രിക്കല്ല എന്ന് സ്ഥാപിക്കൽ. അത് വേണ്ടാത്ത ഗവേഷണമാണ്. കിതാബിലും സുന്നത്തിലും വ്യക്തമായി തെളിഞ്ഞ വിഷയത്തിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ ഒരു മഹത്വവും അതുകൊണ്ട് ഇടിയുന്നില്ല. ഇനി ഇതാണ് ഖുറൈശികളുടെ അവസ്ഥ. ഖുറൈശികൾ ആരാന്ന് മനസ്സിലല്ലോ, കിനാനയുടെ പരമ്പരയിൽപ്പെട്ട, ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ള കിനാനയിൽപ്പെട്ട ആളുകൾ. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഇമാം ഖുർത്തുബി മുൻഗാമികൾ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വദാലിക ബിദഅവതി ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ അറബികൾക്ക് മക്ക രാജ്യത്ത് നിർഭയത്വം ഭക്ഷണമൊക്കെ കിട്ടാൻ അള്ളാഹു കാരണമാക്കിയത് എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. الله سورة البقرة 126 ആയത്തിൽ പറഞ്ഞു, وإذ قال إبراهيم അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ, അല്ലാഹുവേ നീയാക്കി തീർക്കണമേ, ഹാദാ ബലദൻ ആമിന, ഈ മക്ക നാട്ടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, വർസുഖ് അഹ്ലഹു, ഈ നാട്ടുകാർക്ക് നീ റിസ്ക് കൊടുക്കണമേ, മിനസ്സമറാത്ത്, പഴവർഗ്ഗങ്ങളിൽ നിന്ന്, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ നിന്ന് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക്. അപ്പോൾ അള്ളാഹു പറയാണ്, ഖാല വമൻ കഫറ, അല്ല ആർക്കും കൂടി കൊടുക്കും, കാഫിറുകൾക്കും കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഈ ഖുറൈശികളൊക്കെ കാഫിറുകളായിരുന്നില്ലേ, സുഭിക്ഷമായി അവർ ഭക്ഷിച്ചിരുന്നു, നിർഭയരായിരുന്നു അവർ, അവർക്കും അള്ളാഹു കൊടുത്തു. വമൻ കഫർ ഫൗമത്യഉഹു ഖലീല, കുറച്ച് മതാ, ജീവിത സൗകര്യം നാം അവർക്കും കൊടുക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത്, നൂഹ് നബിയുടെ കാലത്ത് ജനങ്ങളുടെ ആയുസ് എത്ര? വലിയ ആയുസ്സുണ്ടായിരുന്നു. ആ ജീവിച്ച കാഫിറുകൾക്കും അവരെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖലീലാണ്. കാരണം ഈ ദുനിയാവ് ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്. കാരണം പരലോകം ഉണ്ടല്ലോ, പരലോകം ഇവിടെ ഉണ്ടല്ലോ, വളരെ തുച്ഛമാണ് പരലോകം. ഖലീൽ വളരെ തുച്ഛം, ഒരു സൂചി. ദുനിയാവ് വളരെ തുച്ഛമാണ് പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ. അപ്പൊ ഖലീലൻ ثم اضطره الى عذاب النار وبئس المصير, പിന്നെ നാം അവരെ എവിടത്തേക്കയക്കും? നരകത്തിലേക്കയക്കും. وبئس المصير, അത് എത്ര മോശമായ സങ്കേതമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലത് ഇതേ കാര്യം സൂറത്ത് ഇബ്രാഹിമിലും അള്ളാഹു പറഞ്ഞു, وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام
സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നോക്ക്. വഇദ് ഖാല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. നേരത്തെ ആയത്തിൽ ബഖറയിലെ ആയത്തിൽ ഹാദാ ബലദൻ ആമിന എന്നാണ്. ഇബ്രാഹിമിലെ ആയത്തിൽ ഹാദൽ ബലദ ആമിന, ഈ നാട്ടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ. അല്ലാഹുവേ വജുനുബിനി, എന്നെ അകറ്റണമേ, കാത്തുരക്ഷിക്കണേ. വബനി, എന്റെ മക്കളെയും, അന്ന അബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. എന്നെ എന്റെ മക്കളെ എന്ന് പറയാനുള്ള കാരണം പല മുൻഗാമികളും പറഞ്ഞു, അതിലൊരു സൂചനയുണ്ട്, എന്റെ ഉപ്പൊക്കെ ആരാധിച്ചിരുന്നത് പോലെ, ഇബ്രാഹിം നബിയുടെ ഉപ്പ ആരാധിച്ചിരുന്നത് പോലെ അങ്ങനെ ആക്കല്ല അല്ലാഹു, എന്നെ എന്റെ മക്കളെയും എന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ്. വജുനുബിനി വബനിയ അന്ന അബുദ, ബിംബാരാധനയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബിംബങ്ങളെ തകർത്ത നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ബിംബങ്ങളെ പൊളിച്ചു, തീയിലേക്ക് എറിയപ്പെട്ടു അതിന്റെ പേരിൽ. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ അതിലാക്കി കളയല്ലേ. എത്ര പ്രാർത്ഥിക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ശിർക്കിനെ പേടിക്കണം, ഏത് സമയത്തും ശിർക്കിനെ ഭയപ്പെടണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, തൗഹീദിൽ മരിപ്പിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്റെ റബ്ബേ, ഇന്നഹുന്ന, തീർച്ചയായും ഈ ബിംബങ്ങൾ, അദ്ലൽന കസീറൻ മിനൻ നാസ്, ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചു. മുഫസ്സിറുകൾ പറഞ്ഞു, ബിംബങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ വെറും ജമാഅത്താണ്. ബിംബങ്ങൾക്ക് വഴിതെറ്റിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഇല്ല. ഇപ്പൊ ജമാഅത്തുകളാണ്, ജീവനില്ലാത്ത, അല്ലേ, തട്ടിയിട്ട് മറിഞ്ഞു വീഴുന്ന സാധനങ്ങൾ. അതിനാരെങ്കിലും നിറവിലാക്കാനും പറ്റൂല, ദുർമാർഗത്തിലാക്കാം. പക്ഷെ അത് കാരണത്താൽ പലരും പഴിച്ചുപോയി. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹു എന്നെ ആര് പിൻപറ്റിയോ അവൻ എന്നിൽപ്പെട്ടവനാണ്, എന്റെ ആളാണ്. വമൻ അസാനി, എന്നെ ആര് ധിക്കരിച്ചുവോ ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹു നീ പൊറുക്കുന്നവനാണ്, റഹീമാണ്. അങ്ങനെ പറയാനുള്ള കാരണം മുഫസ്സിറുകൾ പറയുന്നത്, ഒന്നുകിൽ എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽപ്പെട്ടവൻ, ഫഇന്നക ഗഫൂർ റഹീം, നീ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടാവുക മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അറിയാത്ത കാലത്തായിരിക്കണം. അതുകൊണ്ടാണ് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആദ്യം, എന്നിട്ട് പിന്നെ ആ പ്രാർത്ഥന നിർത്തിയെന്ന് ഖുർആനിൽ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഫമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ദൂന ഷിർക്ക്, ഷിർക്കിന് താഴെയുള്ള ബാക്കി വിഷയങ്ങളിൽ എന്നെ ആരെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പൊറുക്കുന്നവനാണ്, റഹീമാണ്. മുഫസ്സിറുകൾ പറഞ്ഞതാണ്. ഫമൻ അസാനി ഫഇന്നക ഗഫൂർ റഹീം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. സൂറത്ത് ഇബ്രാഹിമിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ നിന്ന് ചിലരെ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയെ, അതുപോലെ അടിമയായ ഹാജറിനെ അവിടെ ഞാൻ താമസിപ്പിച്ചു പോവുകയാണ്. ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ, ഒരു കൃഷിയുമില്ലാത്ത, ഒന്നുമില്ലാത്ത, വെള്ളം പോലും ഇല്ലാത്ത അവിടെ ഇട്ടേച്ചു പോവുകയാണ്. ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഈ ആയത്തിൽ നിന്നാണ് പല പണ്ഡിതന്മാരും തെളിവ് പിടിച്ചിട്ടുള്ളത് കാബ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഇസ്മായിൽ നബിയും കൂട്ടി വലുതായ ശേഷമല്ലേ പിന്നെ പണിയുന്നത്. വൈദ അർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടിയിട്ടാണല്ലോ പണിയുന്നത്. പക്ഷേ ഈ ചെറിയ കുട്ടിയായ ഇസ്മായിലിനെ അവിടെ ഉപേക്ഷിക്കുമെന്ന് തന്നെ ഇബ്രാഹിം നബി പറയുന്നു. എവിടെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഇതിൽ നിന്ന് മുഫസ്സിറുകൾ പലരും പറഞ്ഞു അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, ആദം നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, ആദം നബിയാണ് പണിതത് എന്നൊക്കെ ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, പിന്നെ പുതുക്കി പണിതത് മാത്രമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിലും. അവിടെ ഇട്ടേച്ചു പോവുകയാണ് ഞാൻ. റബ്ബന ലിയുഖീമുസ് സ്വലാഹ, അല്ലാഹു അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി. ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഇവരുടെ അടുത്തേക്ക്
താഴ്ന്നു ചെല്ലുന്നതാക്കണമേ. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അല്ലാഹു അവർക്ക് സമറാത്ത് പഴവർഗ്ഗങ്ങൾ നീ റിസ്ക് കൊടുക്കണമേ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഈ പ്രാർത്ഥനയാണ് ഫലിച്ചത്, അള്ളാഹു സ്വീകരിച്ചത്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി. വആമനഹും മിൻ ഖൗഫ്, അവർക്ക് നാം ഭയത്തിൽ നിന്ന് നിർഭയത്വ നൽകി. ഇനി സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ അള്ളാഹു അവർക്ക് കൊടുത്ത ഈ നിർഭയത്വം എന്ന നിഅമത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ. ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നീ നിനക്കിഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഏത് വിഷയത്തിൽ ആയത്തിറങ്ങിയത്? അബൂ താലിബ് കാഫറായി മരിച്ചപ്പോ അല്ലേ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. അബൂ താലിബിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അബൂ താലിബിന്റെ സഹോദരനാണ്, നബിയുടെ അമ്മാണ്. മറ്റൊരു അമ്മാണ് ആര്? ഈ പറഞ്ഞ അബൂ താലിബ് മുസ്ലിമായില്ല, അബ്ബാസ് മുസ്ലിമാവുകയും ചെയ്തു. അപ്പൊ വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും എന്ന് പറഞ്ഞാൽ അബ്ബാസ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി അള്ളാഹു ഉദ്ദേശിച്ച ആളുകളും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്തിന്റെ ആളുകൾ എന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുക. വഖാലു ഇന്നത്തബിഇൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിന. വഖാലു, അവർ പറഞ്ഞു, ഇന്നത്തബിഇൽ ഹുദാ മഅക, നിന്റെ കൂടെ ഈ സന്മാർഗം ഞങ്ങൾ പിൻപറ്റിയാൽ. അങ്ങനെ പറഞ്ഞ ചിലരുണ്ടായിരുന്നു എന്നാണ്. അറിയാം, പറയുന്നത് സത്യമെന്ന് അറിയാം. ഞങ്ങൾ പിൻപറ്റിയാൽ നുതഖത്തഫ് മിൻ അർദിന, ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ റാഞ്ചി എടുത്തു കൊണ്ടുപോകപ്പെടും, ഒത്തിരി കൊണ്ടുപോകും ഞങ്ങളെ. മുസ്ലിമീങ്ങൾ വളരെ ദുർബലരാണ്, ശത്രുക്കൾ ഒരുപാടുണ്ട് എന്ന് പേടിച്ച പല ആളുകൾ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന, അവർക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറം പ്രദേശം സൗകര്യപ്പെടുത്തി കൊടുത്തില്ലയോ? യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ, എല്ലാ തരത്തിലുള്ള സമറാത്തും പഴവർഗ്ഗങ്ങളും അവിടത്തേക്ക് എത്തുന്നു. അങ്ങനത്തെ നാടാണ് മക്ക അല്ലേ? മക്കത്ത് പോയ ആളുകൾക്കറിയാം. യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള റിസ്ഖായിക്കൊണ്ട്. പക്ഷേ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ ഭൂരിപക്ഷവും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല ഇക്കാര്യം. ഇങ്ങനെ നിർഭയത്വം നൽകി അള്ളാഹുവിന്, മുസ്ലിമായവന് നിർഭയത്വം കൊടുക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. റാഞ്ചിക്കൊണ്ട് പോവോ? അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു എന്നിട്ട് പറയണം, വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബത്റത് മഈശതഹാ, എത്ര എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ബത്റത് മഈശതഹാ, അതിലെ സൗകര്യങ്ങൾ, മഈശത്തിന്റെ ധാരാളിത്തം കൊണ്ട് അവരെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അള്ളാഹ് ശുക്ർ ചെയ്യാൻ അവർ മറന്നുപോയി. ഒരുപാട് മഈശത്ത് കിട്ടിയപ്പോൾ, നിർഭയത്തുണ്ടായപ്പോൾ, സൗകര്യം ഉണ്ടായപ്പോൾ അള്ളാഹിനെ മറന്നുപോയി. ഫതിൽക മസാകിനുഹും, അള്ളാഹു പറയാണ്, ഇതാ അവരുടെ വീടുകൾ, അവർ താമസിച്ചിരുന്ന വീടുകൾ. വേറെ രാജ്യത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ്, എത്ര എത്ര ഉപയോഗശൂന്യമായ കിണറുകൾ, എത്ര എത്ര കോട്ടകൾ, ആളുകൾ താമസിക്കാതെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാ അവരുടെ വീടുകൾ. ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, അവർക്ക് ശേഷം അവിടെ കുറച്ച് മാത്രമേ താമസം നടന്നിട്ടുള്ളൂ. മുഫസ്സിറുകൾ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ഭൂരിപക്ഷം അവരുടെ വീടുകൾ നശിച്ചുപോയി, വളരെ കുറച്ച് മാത്രമേ ബാക്കിയായുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അവരുടെ വീടുകളിൽ പിന്നെ താമസിച്ചത് ആരൊക്കെ? ആ വഴി കടന്നു പോകുന്ന യാത്രക്കാരെങ്കിലും, പൊളിഞ്ഞടക്കുന്ന വീട് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് താമസിച്ചു. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. അവരുടെ വീടുകൾ ഇതാ, അവർക്ക് ശേഷം അവിടെ കുറച്ചു മാത്രമേ താമസം ഉണ്ടായിട്ടുള്ളൂ. വകുന്നാ നഹ്നുൽ വാരിസീൻ, നാം തന്നെയായിരുന്നു അതിന്റെ അനന്തരാവകാശി. പിന്നെ അതിന്റെ അവകാശി ആരാ? അള്ളാഹു മാത്രം. അതുപോലെ വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. ശേഷം അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ സൂറത്തുൽ ഖസസിലെ ആയത്തുകളാണ്, 56 മുതൽ 60 വരെയുള്ള ആയത്തുകൾ. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ, നിന്റെ റബ്ബ് നാടുകൾ നശിപ്പിക്കുന്നതല്ല. ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല, അതിന്റെ ഉമ്മിൽ, ആ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണോ അവിടത്തേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ.
യത്ലു അലൈഹിം ആയാതിന, ആ റസൂൽ അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതിക്കൊടുക്കും. വമാ കുന്ന മുഹ്ലിക്കിൽ ഖുറ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, നാട്ടുകാർ ദുൽമിന്റെ ആളുകളായിരിക്കുമ്പോഴല്ലാതെ നാം ഒരു നാടിനെയും നശിപ്പിക്കില്ല. അള്ളാഹുവിന്റെ ആദിലാണ്, നീതിയാണ്. വമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വസീനതുഹാ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അള്ളാഹു നൽകിയ ഉപജീവനവും നിർഭയത്വവും ഒക്കെ ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്. വസീനതുഹാ, അതിന്റെ അലങ്കാരങ്ങളാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അള്ളാഹുവിങ്കലുള്ളതാണ് ഖൈർ, ഏറ്റവും ഖൈറും അതുപോലെ അബ്ഖാ, നിലനിൽക്കുന്നതും. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനസ്സിലല്ലോ? ഇത് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഈ ഞാനിപ്പോൾ ഓതിയ ആയത്തുകളിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയാണ് ഓതിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, വആമനഹും മിൻ ഖൗഫ്, അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു. റിസ്ക് മാത്രമല്ല, നിർഭയത്വം. ഇനി ഖുറൈശികൾക്ക് അള്ളാഹ് കൊടുത്ത നിർഭയത്വം, നമ്മൾ നേരത്തെ പറഞ്ഞ നിർഭയത്വം ഉണ്ടല്ലോ, ആ നാട്ടിൽ ഹറമിന്റെ ആളുകളാന്നുള്ളവർക്കുള്ള നിർഭയത്വവും അതുപോലെ പുറത്തു പോയാലുള്ള നിർഭയത്വവും, അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു വആമനഹും മിൻ ഖൗഫ് അൻ തകൂനൽ ഖിലാഫത്തു ഇല്ലാ ഫീഹി, ഖലീഫയാകാൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിലാഫത്ത് ആർക്കാണ്? ഖുറൈശികൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് അവരിലാണെങ്കിൽ പിന്നെ അവർക്ക് ആരെങ്കിലും പേടിക്കണോ? വേണ്ടല്ലോ. ആ നിലക്കും കൂടി നിർഭയത്തുണ്ടല്ലോ. ആ വിശദീകരണം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ നിലക്കുള്ള നിർഭയത്വം കൂടി. അതുപോലെ തന്നെ ഐ കഫാഹും അഖ്ദുൽ ഇലാഫി മിൻ മുലൂക്ക്, മറ്റുള്ള രാജാക്കന്മാരുടെ കീഴിൽ അവരെ സൗകര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ഫല്ലാഹു അലം, അള്ളാഹു ആണ് നന്നായി അറിയുന്നത്. വല്ലഫ്ലു യഉം, ഖുർത്തുബി പറയുന്നു ഈ ലഫ്ല് പൊതുവായതാണ്, ഈ നിർഭയത്വം മാത്രമേ എല്ലാം പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനം പറയാമെന്ന് പറഞ്ഞു, അതായത് ഖുറൈശികൾക്കാണ് ഖിലാഫ. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം. അപ്പോൾ മുസ്ലിം ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? വോട്ടെടുപ്പ് നടത്തിയിട്ടാ? അല്ല, വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിക രീതിയല്ല വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയാണെന്നാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും അതിൻ്റെ പകർപ്പുകളായ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാൻ, കാരണം അവിടെ തെരഞ്ഞെടുത്തിട്ടാണ് ഭരണാധികാരിയെ തീരുമാനിക്കുന്നത്. അത് ഈ ഷിയാക്കളുടെ നാടാണത്. സകല ശിർക്കും ഖുറാഫാത്തും ഒക്കെയുള്ള സഹാബത്തിന് ചീത്ത വിളിക്കുന്ന ആ കൗമിന്റെ നാട്. അത് കൂടാതെ ആ തെരഞ്ഞെടുപ്പിനെയും കൂടി അവരെ പൊക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിലുള്ള രീതി അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ആണ് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, കെട്ട് ഇടാനും കെട്ടഴിക്കാനും കഴിയുന്ന ആളുകൾ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും പക്വമതികളുമായ ആളുകൾ കൂടി തെരഞ്ഞെടുക്കുക ഭരണാധികാരിയെ, കുറച്ചാളുകൾ. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള പല ഷർത്തുകളുണ്ട് ഭരണാധികാരിക്ക്. ഭരണാധികാരി മുസ്ലിം ആയിരിക്കണം, പുരുഷനായിരിക്കണം, അതുപോലെ സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല, ഖുറൈശി ആയിരിക്കണം, ആലിമായിരിക്കണം, ആദിലായിരിക്കണം, നീതിമാനായിരിക്കണം, പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം, സ്വബുദ്ധിയുള്ള ആളായിരിക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെ പല നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യണം? ഇതൊക്കെ പരിഗണിക്കണം. അതിൽപ്പെട്ടതാണ് ആരായിരിക്കണം? ഖുറൈശി ആയിരിക്കണം. ഖുറൈശി ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഖിലാഫത്ത് അവരിലാണ്. എന്നാൽ അതല്ലാതെ ഒരു ഭരണാധികാരി അയാളുടെ മകനെ ആണ് ആവേണ്ടതെന്ന് പറഞ്ഞു. ആ മകൻ അയാൾക്ക് ശേഷം ഭരണാധികാരിയായി, ഭരണം അയാളിൽ ആയി, അയാള് ഭരണാധികാരിയായി. അപ്പൊ അയാളിൽ ഈ പറയപ്പെട്ട ഷർത്തുകളിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ നീതിമാനായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ക്രൂരനായിരിക്കും, ആള് ആലിമായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അത്ര ആലിമൊന്നുമല്ല, ഖുറൈശി ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മോൻ തന്നെ ആണെന്നില്ല, വേറൊരാളെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്താൽ പോരെ, ഈ ആദ്യം ഉണ്ടായിരുന്ന ആള്. അപ്പൊ അയാൾക്ക് ഭരണം സ്ഥിരപ്പെട്ടാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? കലാപുണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. അത് വേറെ വിഷയമാണ്. അത് ഒരുപാട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകം അതിന് ക്ലാസ് എടുക്കണം. ഭരണാധികാരിയായിട്ടുള്ള ഈ മുസ്ലിങ്ങളായിട്ടുള്ള നിലപാടും ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ, കലാപത്തിന്റെ വിഷയങ്ങളൊക്കെ കുറെ പറയാനുള്ള വിഷയമാണ്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഈ നിലക്ക് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇതിൽ ഖുറൈശി ആണെന്നത് കൂടി പരിഗണിക്കണം. പക്ഷേ
ഒരാൾക്ക് ഭരണം സ്ഥിരപ്പെട്ടു, അയാൾ ഭരണാധികാരിയായി, ഒന്നുകിൽ ഒരു രാജാവിനെ കൊലപ്പെടുത്തിയിട്ടാണ് കൂട്ടിക്കോ, മുസ്ലിമാണ് ആള്, കൊലപ്പെടുത്തിയിട്ട് അയാൾ ഭരണാധികാരിയായി. ഖുറൈശിയല്ല, ഭരണം അയാൾ സ്ഥിരപ്പെട്ടു, പിന്നെ അയാൾക്ക് കലാപം ഉണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. ക്ഷമിച്ചു നിൽക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അയാൾ ലാലിമാണെങ്കിൽ അയാളെ മാറ്റാൻ. കലാപം ഉണ്ടാക്കാൻ പാടില്ല. അൻ തറാ കുഫ്റൻ ബവാഹൻ, വ്യക്തമായ കുഫർ കാണുന്നത് വരെ നിസ്കരിക്കാത്ത കാഫറാവുക. എന്നാലും എന്തു വേണം? അയാളെ മറിച്ചിടാനുള്ള യഥാർത്ഥത്തിലുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അത് ഒരുപാട് പറയേണ്ട വിഷയമാണ്. അപ്പൊ ഖുറൈശി ആയിരിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തന്നെ ഉള്ളതാണ്. അള്ളാഹു അവർക്ക് നൽകിയ 7 ശ്രേഷ്ഠതകൾ ഒന്നെന്താണ്? വൽ ഖിലാഫത്തു ഫീഹിം, അവരിലാണ് ഖിലാഫത്ത്. ആ അമ്നും കൂടി ഇതിൽ വന്നു. വാമനഹും മിൻ ഖൗഫ്. സുബ്ഹാനല്ലാഹ്, വലിയ അമ്നല്ലേ? അധികാരം അവർക്കാണെന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന്റെയും കീഴിലല്ല അവരെന്ന് പറഞ്ഞാൽ, സ്വന്തം ആളാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഭരണാധികാരികൾ, നഹ്നുൽ ഉമറ വഅൻതുമുൽ വുസറ. അൻസാരികളോട് പറഞ്ഞതാണ്, ഞങ്ങളാണ് ഉമറ. മുഹാജിറുകൾ പറഞ്ഞതാണ്, മക്കത്ത് നിന്ന് വന്ന മുഹാജിറുകൾ അൻസാരികളോട് നഹ്നുൽ ഉമറ, ഞങ്ങളാണ് ഭരണാധികാരികൾ. വഅൻതുമുൽ വുസറ, നിങ്ങളാരാണ്? വസീർ എന്ന് പറഞ്ഞ മന്ത്രിക്ക് പറയല്ലോ, ഭരണാധികാരികളെ സഹായിക്കേണ്ട ആളുകളാണ് ആര്? അൻസാറുകൾ. അത് സഹാബത്തിന്റെ വാക്കാണ്. ഇത്രയുമാണ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زدنا علما نافعا وعملا متقبلا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.